ജനാധിപത്യത്തിൽ 6 5 വലുതെന്ന് CPM വ്യക്തമാക്കണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത UDF സ്ഥാനാർത്ഥി P. വിനു വിജയിച്ചപ്പോൾ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് പ്രസിഡന്റിന് തുടങ്ങിയത് നാട്ടിക പഞ്ചായത്തിലെ മാർച്ചിന് പ്രധാനപ്പെട്ട ആധാരശില ജനാധിപത്യം മാനിക്കപ്പെടണം, ജനാധിപത്യം മാനിക്കണം, ജനാധിപത്യം അംഗീകരിക്കണം. 14 അംഗ ഭരണസമിതിയിൽ UDF-ന് 6ഉം CPM-ന് 5ഉം അംഗങ്ങൾ മാത്രമാണുള്ളത്. ജനാധിപത്യത്തിൽ 6 5 വലുതെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കണമെന്ന് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. CPM നാട്ടികയിൽ വർഗീയതയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് എന്നും ഭരണം BJP പിന്തുണയോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നാട്ടികയിലെ ജനങ്ങളോട് തുറന്നു പറയാനും CPM തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട CPM നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക, CPM BJP ഡീൽ ജനം തിരിച്ചറിയുക എന്നീ മുദ്രാവാക്യമുയർത്തി നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ നാട്ടിക പഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ജനാധിപത്യത്തെയും ഭൂരിപക്ഷത്തെയും മുഖവിലക്കെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവണം. അതല്ല, ജനാധിപത്യത്തെയും ഭൂരിപക്ഷത്തെയും പാഴ്മുളം വെച്ച് മറച്ച് മുന്നോട്ട് പോയാൽ മാർക്സിസ്റ്റുകാര നിന്നെ അതിന് അനുവദിക്കുകയില്ല എന്ന സന്ദേശമാണ്, അടുത്ത താക്കീതാണ് ഈ പ്രതിഷേധ മാർച്ച്. പഞ്ചായത്ത് പിടിക്കാനിറങ്ങിയ BJP കേരളത്തെ നോക്കി കൊഞ്ചനം കുത്തുന്നത് പോലെ സുരേഷ് ഗോപി കൈമലത്തി കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഗോപിയായ അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിന് മുന്നിൽ സുരേഷ് ഗോപി നിൽക്കുന്നത്. അവിടെ BJP 9ാം വാർഡിലെ വിജയം പൂരം കളിക്ക് ജയിച്ചവരുടെ സാമ്പിൾ വെടിക്കെട്ടാണെന്ന് പറഞ്ഞു. ആ വെടിക്കെട്ട് നമ്മൾ നോക്കിയിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കണ്ടത് അണ്ടിപോയ അണ്ണാന്റെ ഗതിയായി BJPക്ക്. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, K ദിലീപ് കുമാർ, CM നൌഷാദ്, സുനിൽ ലാലൂർ, P വിനു, ഹിരോഷ് ത്രിവേണി, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ശ്രമത്തെ പോലീസ് ചെറുത്തപ്പോൾ സംഘർഷഭരിതമായി. ഉന്തും തള്ളുമുണ്ടായി. പോലീസുമായുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ബലപ്രയോഗത്തിനൊടുവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പല പ്രവർത്തകരും കുഴഞ്ഞു വീണു. ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. തുടർച്ചയായുള്ള ജലപീരങ്കി സ്ത്രീകൾക്ക് നേരെ അടിച്ചപ്പോൾ പ്രവർത്തകർ പ്രകോപിതരാകുകയും പോലീസ് വാഹനത്തിന് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു.
പ്രകോപിതരായ പ്രവർത്തകരെ പാർട്ടി നേതാക്കൾ ഇടപെട്ട് സമാധാനിപ്പിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി രാജുവിന്റെ നേതൃത്വത്തിൽ നേതാക്കളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ PS സുൽഫിക്ക, KB രാജു, PS സന്തോഷ്, KK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, അബ്ദുൽ ഗഫൂർ തളിക്കുളം, VK മോഹനൻ, TV ഷൈൻ, CS മണികണ്ഠൻ, ജീജ ശിവൻ, CR രാജൻ, ബിജീഷ് പന്നിപ്പുറത്ത്, ഉസ്മാൻ അന്തിക്കാട്, ഷാനവാസ്, രഹന ഭിനേഷ്, MM ഇക്ബാൽ, ബാബു കുന്നുങ്ങൽ, ബിന്ദു പ്രദീപ്, CV ഗിരി, പ്രദീപ് താന്യം, ഷൈൻ പള്ളിപ്പറമ്പിൽ, KV സുകുമാരൻ, രമേശ് അയനിക്കാട്ട്, CP വികാസ്, ഗീതാ വിനോദൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.